എൻ വിജയന്റെയും മകന്റെയും ആത്മഹത്യയിൽ സമഗ്രാന്വേഷണം വേണമെന്ന് CPIM ആവശ്യപ്പെട്ടു. സംഭവത്തിൽ കോൺഗ്രസ് നേതൃത്വം മറുപടി പറയാൻ തയ്യാറാകണമെന്ന് EP ജയരാജൻ. അതേസമയം എൻ വിജയൻ KPCC നേതൃത്വത്തിന് നൽകിയ പരാതിയെക്കുറിച്ച് അറിയില്ലെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. വയനാട് DCC ട്രഷറർ എൻ വിജയന്റെ ആത്മഹത്യയിൽ ദുരൂഹതയുയർന്ന പശ്ചാത്തലത്തിൽ സംഭവത്തിൽ സമഗ്രാന്വേഷണം വേണമെന്ന് CPIM ആവശ്യപ്പെട്ടു. ആത്മഹത്യാക്കുറിപ്പ് കോൺഗ്രസ് നേതാക്കൾ നശിപ്പിച്ചതായി വിവരമുണ്ടെന്നും CPIM വ്യക്തമാക്കി. എൻ വിജയന്റെയും മകന്റെയും ആത്മഹത്യ കോൺഗ്രസിന്റെ ജീർണതയെന്നും കോൺഗ്രസ് നേതൃത്വം ഇതിന് മറുപടി നൽകണമെന്നും EP ജയരാജൻ പറഞ്ഞു. അപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കൾ പോലും അവർക്കുണ്ടായിട്ടുള്ള അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അവർ ആത്മഹത്യ ചെയ്യുന്ന ഒരു കുടുംബത്തിലെ അച്ഛനും മകനുമാണ് ആത്മഹത്യ ചെയ്ത്. കോൺഗ്രസിൻ്റെ നേതാവാണ്, മകൻ കോൺഗ്രസിൻ്റെ പ്രധാനിയാണ്, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രധാനിയാണ്. യൂത്ത് കോൺഗ്രസിനും കോൺഗ്രസ് നേതാക്കൾക്കും ഈ ഇരട്ട മരണത്തെക്കുറിച്ചൊന്നും പറയാനില്ലേ? കോൺഗ്രസിന്റെ അഴിമതിയുടെ രക്തസാക്ഷിയാണ് എൻ വിജയനെന്ന് ബത്തേരി ഏരിയ സെക്രട്ടറി PR ജയപ്രകാശ് പറഞ്ഞു. കൂടുതൽ ദുരൂഹതകൾ പുറത്തുവരണമെന്നും PR ജയപ്രകാശ് ആവശ്യപ്പെട്ടു. യഥാർത്ഥത്തിൽ എൻ വിജയൻ എന്ന് പറയുന്നത് ഒരു രക്തസാക്ഷിയാണ്. കാരണം സുൽത്താൻ ബത്തേരിയിലെ അർബൻ ബാങ്കുമായി ബന്ധപ്പെട്ട് നടന്ന അഴിമതിയിൽ ഒരു രക്തസാക്ഷിയായിട്ടാണ് യഥാർത്ഥത്തിൽ എൻ വിജയൻ ഇന്ന് നമ്മോട് വിട പറഞ്ഞിരിക്കുന്നത്. ദുരൂഹത പുറത്തു കൊണ്ടുവരണം. അതേസമയം എൻ വിജയൻ KPCC നേതൃത്വത്തിന് നൽകിയ പരാതിയെക്കുറിച്ച് അറിയില്ലെന്ന് VD സതീശൻ പ്രതികരിച്ചു. അതെനിക്ക് അറിയില്ല, അതെനിക്കറിയില്ല. ന്യൂസ് ഡെസ്ക് കൈരളി.